അവരുടെ സന്ധ്യാപ്രാർത്ഥനകളും ഒക്കെ ഡിസ്റ്റർബ് ആകുന്ന വിധത്തിൽ എനിക്ക് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്തു. ഒരു പക്ഷേ തെറ്റിപ്പോകാമായിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് എന്നെ ഗതി മാറ്റിവിടാൻ സിസ്റ്റർ മൈക്കിളിന് സാധിച്ചു. ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും സമയങ്ങൾ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പേര് കൗൺസിലിംഗ് ആണ്. അന്ന് നമ്മൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു ആ വേർഡ്. സോ ഇൻ ഷോർട്ട്, ഞാനിവിടെ പ്രസംഗിക്കാനായിട്ട് ഐ എം നോട്ട് ഗുഡ് അറ്റ് ദിസ്. പക്ഷേ ഞാനിവിടെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കുട്ടികൾക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പറയണമെന്നാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികളൊക്കെ വളരെ സ്മാർട്ടാണ്. നമ്മൾ സമയമുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2035 പറ്റി നമ്മൾക്കുള്ള ഐഡിയ എല്ലാവർക്കുള്ളത്. നമ്മൾ അവരെ പറഞ്ഞ് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളല്ല. അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ സമയം നോക്കണം. പക്ഷേ നിശ്ചയമായിട്ടും അധ്യാപകരോട് എനിക്കൊരു സന്ദേശമുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് പേര് അധ്യാപകരാണ്. അവർ പല സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എന്നോടൊപ്പം തന്നെ അടിമേടിച്ച് ഗെറ്റൗട്ട് അടിച്ച് ഇവിടെയൊക്കെ വന്ന് ഞങ്ങളെ നിർത്തിയിരുന്ന ഒരാൾ ഇന്നൊരു രാജ്യത്തെ ബെസ്റ്റ് ടീച്ചറാണ്. അധ്യാപകരുടെ പവർ വളരെ വലുതാണ്. എൻ്റെ സന്ദേശം ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് കൊണ്ട് അധ്യാപകർക്കുള്ളതാണ്, കുട്ടികൾക്കുള്ളതല്ല. ഏറ്റവും തല്ലിപ്പൊളിയായ ഒരു കുട്ടിയെ ഇത്രമേൽ പ്രാപ്തയാക്കിയത് ഒരു അധ്യാപികയാണ്. എനിക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത ടൈമാണ്. ഏറ്റവും സ്മാർട്ടായ ആൾക്കാരുടെ കൂടെ അല്ല, ഏറ്റവും തല്ലിപ്പൊളികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സ്ട്രാഓർഡിനറി ആയ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു കന്യാസ്ത്രീ സമൂഹത്തിൽ നിന്ന് എനിക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന പല ആൾക്കാർക്കും ഇവരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. അത് അവരവരുടെ ജീവിതങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ പഠിപ്പിച്ചത് മലയാളമാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലും ജോലിയിലും ഇപ്പോൾ ഇടപഴകുന്നത് കൂടുതലും ഫ്രഞ്ച് ആൻഡ് ചൈനീസ് ആൾക്കാരോട് കൂടിയാണ്. ഇവരോട് ഞാൻ സംസാരിക്കുന്നത് മണിക്കൂറുകൾ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ആപ്പുകൾ വെച്ചാണ്. പക്ഷേ സിസ്റ്റർ മലയാളത്തിനോടൊപ്പം പഠിപ്പിച്ച ചില മര്യാദകൾ മനുഷ്യർക്ക് ഭാഷയില്ലാതെ തന്നെ മനസ്സിലാവും. എന്നെ വളരെയധികം എൻ്റെ ജോലിയിൽ ഞാൻ അതൊക്കെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയ